നമസ്കാരം. അറേബ്യ ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഭക്ഷ്യവൈവിധ്യങ്ങൾ ദുബായിൽ ഒരുമിക്കുന്ന കാഴ്ച ഗൾഫ് ഫുഡിന് കൊടിയിറങ്ങിയിരിക്കുകയാണ്. ഈ വർഷത്തെ ഗൾഫ് ഫുഡ് ഏറെ വ്യത്യസ്തതകളാണ് കാഴ്ചക്കാർക്ക് സമ്മാനിച്ചത്. ഇന്ത്യയും ഗൾഫ് ഫുഡിൽ വലിയ സാന്നിധ്യമായിരുന്നു. മാറുന്ന ഭക്ഷണശീലങ്ങൾ, രീതികൾ എന്നിവയെല്ലാം ചർച്ച ചെയ്യാൻ ലോകത്തിലെ ഏറ്റവും വലിയ വേദി അതാണ് ഗൾഫ് ഫുഡ്. കഴിഞ്ഞ 30 വർഷമായി ഭക്ഷ്യ വ്യവസായ രംഗത്ത് ഒഴിച്ചുകൂടാനാകാത്ത മേള. ഈ ഗൾഫ് ഫുഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പങ്കാളിത്തം രേഖപ്പെടുത്തിയ എഡിഷനാണ് കൊടിയിറങ്ങിയത്. ഈ മാസം 17-ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് മേളയുടെ ഇത്തവണത്തെ സീസന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 5 ദിവസമായിരുന്നു ഭക്ഷ്യവിപണന മേഖലയിലെ പുത്തൻ ചലനങ്ങൾ പരിചയപ്പെടുത്തുന്ന രുചിക്കാഴ്ചകളുടെ ഉത്സവം നീണ്ടുനിന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന മേളയിൽ ഇത്തവണ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിലെ 128 രാജ്യങ്ങളിൽ നിന്നായി 5500-ലധികം പ്രദർശകർ ഭക്ഷ്യവിപണിയിലെ പുത്തൻ ചലനങ്ങൾ ചർച്ച ചെയ്തു. ദി നെക്സ്റ്റ് ഫ്രോണ്ടിയർ ഇൻ ഫുഡ് എന്ന പ്രമേയത്തിലായിരുന്നു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ 24 ഹാളുകളിൽ മേള നടന്നത്. ലോകത്തിലെ ഭക്ഷ്യവിപണന രംഗത്തെ ചെറുതും വലുതുമായ സംരംഭകർ തങ്ങളുടെ മേഖലയിലെ പുതുചലനങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. 12ാമത്തെ വർഷമാണ് ഗൾഫ് ഫുഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ വർഷം അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. എല്ലാ പഴയ എക്സിസ്റ്റിംഗ് പഴയ ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. നല്ല ക്രൗഡ്, ഇപ്പോൾ പഴയതിനേക്കാളും നല്ല ക്രൗഡാണ്. ഇവിടെ നമ്മൾ പോലും നമ്മളെ ബ്രാൻഡ് പോലും നോക്കിയിട്ട് ഇവിടെ ഒരു സ്പേസ് കിട്ടാനുള്ളൊരു നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം നമുക്കുണ്ട്. എന്നാലും നല്ല തിരക്കാണ്. ഞങ്ങളുടെ ബ്രാൻഡ് ഓൾറെഡി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ഞങ്ങൾക്ക്. പിന്നെ നമുക്ക് കുറേ ക്ലയൻസിനെ ഇവിടെ മെയിനായിട്ട് എല്ലാ ക്ലയൻസിനും ഇവിടെ മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സ്റ്റോൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, നമ്മളെ ബ്രാൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ. ഈത്തപ്പഴത്തിൽ നിന്നുണ്ടാക്കുന്ന സൗദി അറേബ്യയിലെ മിലാഫ് കോള GCCയിലെയും ഇന്ത്യയിലെയും ലുലു സ്റ്റോറുകളിൽ ലഭ്യമാക്കുമെന്ന് ഗൾഫ് ഫുഡിൽ വെച്ച് ലുലു അറിയിച്ചു. ഗൾഫ് ഫുഡ് വേദിയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയും അൽ മദീന ഹെറിറ്റേജ് CEO ബന്ദ്ർ അൽ ഖഹ്താനിയും ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇതിനു പുറമെ 9 പുതിയ കരാറുകളിൽ കൂടി ലുലു ഒപ്പുവെച്ചിട്ടുണ്ട്. ഭക്ഷ്യവിഭവങ്ങളുടെ വിപുലമായ വിതരണത്തിനും ലഭ്യത ഉറപ്പാക്കാനുമായാണ് കരാറുകൾ ലക്ഷ്യം വെക്കുന്നത്. റീറ്റെയിൽ രംഗത്തെ മാറ്റങ്ങളടക്കം പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത്തവണത്തെ ഗൾഫ് ഫുഡ് എന്നും ആരോഗ്യകരമായ ഭക്ഷണശൈലി ഉൾപ്പെടെ പ്രതിധ്വനിക്കുന്നതാണ് ഗൾഫ് ഫുഡിലെ പ്രദർശനങ്ങളെന്നും MA യൂസഫ് അലി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് എക്സിബിഷനിൽ ഒന്നാണിത്. 130ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള എക്സിബിറ്റേഴ്സ്, ഏതാണ്ട് 5500ഓളം എക്സിബിറ്റേഴ്സ് ഇതിലും. ഓരോ കൊല്ലം കഴിയുമ്പോഴും പുതിയ പുതിയ ട്രെൻഡ് ഫുഡ് പ്രോസസ്സിംഗ്, ഫുഡ് മാനുഫാക്ചറിങ് സെക്ടറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് ഇൻഗ്രീഡിയൻസ് അത് പ്രദർശിപ്പിക്കുന്നത് ഹെൽത്ത് കോൺഷ്യസ്, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരം ആണെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് തോന്നുന്ന മാറ്റം പ്രദർശിപ്പിക്കുക ഓരോ ട്രെൻഡിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആ ട്രെൻഡിലേക്ക് സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇപ്പോൾ ശ്രീലങ്കയിൽ ഞങ്ങളിപ്പോൾ 1000 ഏക്കർസ് സ്ഥലമെടുത്ത് കോൺട്രാക്ട് ഫാമിംഗ് നടത്തുന്നുണ്ട്. ഇന്ത്യയിലും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ജീവിത തിരക്കുകൾക്കിടയിൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കേണ്ടി വരുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുമായിരുന്നു പ്രശസ്ത ബ്രാൻഡുകളായ MTRന്റെയും ഈസ്റ്റേണിന്റെയും മാതൃകമ്പനിയായ ഓർക്കല ഇന്ത്യ ഗൾഫ് ഫുഡിൽ താരമായത്. 5 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ കഴിയുന്ന ഈസ്റ്റേൺ 5 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ശ്രേണിയാണ് മിഡിൽ ഈസ്റ്റ് ഉപഭോക്താക്കൾക്കായി ഓർക്കല ഇന്ത്യ അവതരിപ്പിച്ചത്. ചെമ്പ പുട്ട്, ഇഡ്ഡലി, ഇടിയപ്പം, നെയ്യുപ്പുമാവ്, ദോശ, പാലപ്പം എന്നിവയുൾപ്പെടെ മലയാളികളുടെ പ്രിയപ്പെട്ട 7 പ്രഭാത ഭക്ഷണ വിഭവങ്ങളാണ് ഈ ശ്രേണിയിൽ ഉൾപ്പെടുത്തിയത്.
കേരളത്തിന്റെ തനത് രുചിയും ഗുണവും നിലനിർത്തിയാണ് ഈസ്റ്റേൺ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കുന്നതെന്ന് സിഇഒ അശ്വിൻ സുബ്രഹ്മണ്യം പറഞ്ഞു. Big new product that we are launching. It's the Eastern 5-minute breakfast. You know how long it takes to make puttu? 45 minutes. And idli dosa maavu can sometimes take overnight. You have to let it ferment. This you can do in 5 minutes. And you know, today consumers are really challenged on time. They don't have the time. And we worked for over 2 years to develop this product. We have 7 items. So basically, in 5 minutes, 3 step, get the perfect Eastern experience, right? So we're very proud about this. You'll see all new packaging, all new graphics. We have emphasized the food shot a lot more because that's ultimately how consumers experience the spice mixes through the finished meal, and that's something very exciting for us as well. ഓർഗാനിക് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി ആർകെജിയും ശ്രദ്ധേയ സാന്നിധ്യമായി. കഴിഞ്ഞ 20 വർഷത്തിലധികമായി മിഡിൽ ഈസ്റ്റിൽ സജീവ സാന്നിധ്യമാകാൻ ആർകെജിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇരു കൈയും നീട്ടിയാണ് തങ്ങളെ മേഖല സ്വീകരിച്ചതെന്നും അധികൃതർ പറഞ്ഞു. പുതിയ ഫാക്ടറിയിൽ നിന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണെന്നും ആർകെജി കമ്പനി പ്രതിനിധികൾ വ്യക്തമാക്കി. This year we have opened a new fully automated ghee factory. It's a continuous running plant and it's one of the biggest ghee factories in India. See, with very less manpower and fully automated, it's totally non-hand touched processing plant. We used a lot of automation and software and less manpower and more of automation, and the product travels completely by pipelines and no hand touch. You cannot see the product anywhere. So once you put the raw material in one end, the other end you can only see the final product. രുചി വൈവിധ്യങ്ങളുടെ കാഴ്ചകൾക്ക് പുറമെ ഭക്ഷ്യലോകത്തെ പുതുമാനങ്ങൾ ചർച്ച ചെയ്യാൻ ശില്പശാലകൾ ഒരു ഭാഗത്ത്, ലോകത്തിലെ വിവിധയിടങ്ങളിലെ വിദഗ്ധർ നയിക്കുന്ന കോൺഫറൻസുകൾ മറ്റൊരു ഭാഗത്ത്, ലോക പ്രശസ്തരായ സെലിബ്രിറ്റി ഷെഫുകൾ നയിക്കുന്ന പാചകമേള എന്നിവയും ഗൾഫ് ഫുഡിന്റെ ഭാഗമായി നടന്നിരുന്നു. അടുത്ത വർഷം മുതൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ, എക്സ്പോ സിറ്റിയിലെ ദുബായ് എക്സിബിഷൻ സെന്റർ എന്നിങ്ങനെ ദുബായിലെ 2 ഇടങ്ങളിലായിട്ടായിരിക്കും ഗൾഫ് ഫുഡ് പ്രദർശനം നടക്കുക. പ്രദർശനത്തിന് 31ാം പതിപ്പ് അടുത്ത വർഷം ജനുവരി 26 മുതൽ 30 വരെ ആയിരിക്കും. ഒരു വർഷത്തിന് ശേഷം ഗൾഫ് ഫുഡ് കാത്തുവെക്കുന്ന വിസ്മയങ്ങൾ എന്തെല്ലാമായിരിക്കും? കാത്തിരിക്കാം. ഇനി ഒമാനിൽ നടന്ന ഒരു വ്യത്യസ്തമായ എക്സിബിഷൻ്റെ കാഴ്ചകളിലേക്കാണ്. ഇന്ത്യൻ സ്കൂൾ അൽഗുബ്ര ഇൻ്റർനാഷണലാണ് ഈ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചത്. ആ കാഴ്ചകളിലേക്ക്. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ അൽഗുബ്ര ഇന്റർനാഷണൽ സംഘടിപ്പിച്ച വാർഷിക കലാപ്രദർശനമാണ് കലാസ്വാദകർക്ക് നവ്യാനുഭവമായത്. ഭാവനയും സർഗാത്മകതയും ഒത്തുചേർന്നപ്പോൾ ക്യാൻവാസുകളിൽ വിരിഞ്ഞത് കലയുടെ അത്ഭുത പ്രപഞ്ചം. ചുവരിലും മതിലുകളിലും പ്രദർശിപ്പിച്ച മനോഹര ചിത്രങ്ങൾ ആസ്വാദകരുടെ മനം കവർന്നു. പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒമാൻ കൾച്ചറൽ ക്ലബ്ബ് വൈസ് ചെയർമാൻ ഡോക്ടർ സയ്യിദ് നാസർ അൽ ഹുനൈനി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക ഒമാനിലെ പ്രഗത്ഭരായ കലാകാരന്മാരിൽ ഒരാളാണ് ഡോക്ടർ ഹുനൈനി. ഒമാൻ കലാരംഗത്ത് ഒട്ടനവധി സംഭാവനകൾ അർപ്പിച്ച പ്രമുഖനായ ഡോക്ടർ ഹുനൈനിയുടെ സാന്നിധ്യം ആളുകൾക്ക് ആവേശമായി.
inspired me in this exhibition is, as I said, that a masterpiece I found here, the huge ones, is never happened before. This first time I see this kind of artwork done by students, and especially in Indian school. I appreciate what have done, and I appreciate your invitation as my first time to see your student artworks, talented artworks with the talented super teachers. Thank you so much. പ്രദർശനത്തിലെ മുഖ്യ ആകർഷണം 30 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള കൂറ്റൻ പെയിന്റിംഗ് ആയിരുന്നു. ഗ്ലോറിയസ് ഒമാൻ എന്ന് നാമകരണം ചെയ്ത പെയിന്റിംഗ് പൂർത്തിയാക്കിയത് 350 പരം വിദ്യാർത്ഥികളും 70 അധ്യാപകരും 20 അനുബന്ധ ജീവനക്കാരും ചേർന്നതാണെന്നും മറ്റൊരു വിസ്മയമായി. ISG ഇന്റർനാഷണൽ സ്കൂളിലെ കലാവിഭാഗം രൂപകൽപ്പന ചെയ്ത ഗ്ലോറിയസ് ഒമാൻ, ഒമാനിലെ പ്രശസ്ത നിർമ്മിതികളായ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക്, മസ്കറ്റ് ഗേറ്റ്, ഗോൾഡൻ ഡോം, അൽ അലാം കൊട്ടാരം, റുവി ക്ലോക്ക് ടവർ, ഒപ്പേര ഹൗസ്, സലാല ഗ്രാൻഡ് മോസ്ക്, മസ്കറ്റ് റൗണ്ട് അബൌട്ട്, ആർച്ച് ഫൗണ്ടൻ, നിസ്വ ഖഞ്ചർ റൗണ്ട് അബൌട്ട്, സോഹാർ കോട്ട, അൽ ബുസ്താൻ പാലസ് എന്നിവ ഒരുമിച്ച് ചേർന്ന അനശ്വര കലാസൃഷ്ടിയായി. എൻ്റെ പേര് ആരതി. ഞാൻ ISGIയിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഞങ്ങൾ ഏകദേശം ഒരു വർഷക്കാലത്തോളം എടുത്ത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടുകൂടി കുട്ടികളും ടീച്ചേഴ്സും അടക്കം ഉള്ള എല്ലാവരും ചേർന്ന് ചെയ്ത ഒരു പെയിൻറ്റിംഗ് ആണ് പുറകിൽ കാണുന്നത്. എല്ലാ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കെടുത്ത ഒരു ചരിത്ര നിമിഷം, ISGIയിലെ ഒരു ചരിത്ര നിമിഷം എന്ന് തന്നെ പറയാവുന്ന ഒരു പെയിൻറ്റിംഗ്. പെറ്റമ്മയെ പോലെ തന്നെ വിലപ്പെട്ടതാണല്ലോ പോച്ചമ്മയും. അപ്പോൾ ഞങ്ങൾക്ക് ഈ രാജ്യം ഞങ്ങളുടെ പെറ്റമ്മ തന്നെയാണ്. അപ്പോൾ ആ ഒമാനോടുള്ള ഞങ്ങൾക്കുള്ള കടപ്പാട്, ഞങ്ങളത് കുട്ടികളിലേക്ക് അത് ഇൻകൾക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഒമാൻ്റെ കൾച്ചറും ട്രഡീഷനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർട്ട് അവരുടെ കൂടെ 460ഓളം കുട്ടികളും ഞങ്ങൾ മുഴുവൻ അധ്യാപകരും അനധ്യാപകരും ചേർന്ന് ഒമാനിനായി ഞങ്ങൾ ഇത് സമർപ്പിക്കുന്നു. ISG ഇന്റർനാഷണൽ വളരെ സ്നേഹപുരസ്കരം അഭിമാനത്തോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഗ്ലോറിയസ് ഒമാൻ. ഈ മഹത്തായ കലാസൃഷ്ടി സ്കൂളിനകത്ത് പരിമിതപ്പെടുത്താതെ പൊതുജനത്തിന് മുൻപാകെ പ്രദർശിപ്പിക്കുകയും അതുവഴി മുഴുവൻ ആളുകൾക്കും ഈ അതുല്യ കലാസൃഷ്ടി ആസ്വദിക്കാനും അനുഭവിക്കാനും സാധ്യമാക്കണമെന്ന് ഡോക്ടർ ഹുനൈനി അഭിപ്രായപ്പെട്ടു. കൂടാതെ ഓരോ വിദ്യാർത്ഥിയും തങ്ങളുടെ തനത് പ്രതിഭയാൽ നിർമ്മിച്ച ചിത്രങ്ങൾ, ശില്പങ്ങൾ, ഫോട്ടോഗ്രാഫികൾ എന്നിവയും പ്രദർശനത്തിന്റെ മാറ്റുകൂട്ടി. നമ്മുടെ സ്കൂളിൽ എല്ലാ വർഷവും ആർട്ട് വേവ്സ്, ആർട്ട് എക്സിബിഷൻ നടത്താറുണ്ട്. ഇത് ജസ്റ്റ് സ്റ്റുഡൻസ് മാത്രമല്ല, ടീച്ചേഴ്സും സ്റ്റാഫും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു എക്സിബിഷനാണ്. വെളിയിലെ മറ്റേ ഗ്രാൻഡ് പീസ് നമ്മളെ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും കൂടെ ഉണ്ടാക്കിയ ഒരു വലിയൊരു പീസാണ് ഒമാൻ്റെ കൾച്ചറും ഹെറിറ്റേജും ഷോ ഇത് കാണിക്കുന്നത്. നമ്മൾ പഠിത്തത്തിൽ മാത്രമല്ല, കൾച്ചർ, ആർട്ട് ഇതിലെല്ലാം ഫോക്കസ്ഡ് ആണ്. നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രോഗ്രാമാണിത്. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിട്ട് ഹോസ്റ്റ് ചെയ്ത നല്ലൊരു ഇവന്റ് ആയിരുന്നു. ഹായ്, ഐ എം ഡോക്ടർ ദിവ്യ ജുറാൾ. എൻ്റെ 3 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഇന്ത്യൻ സ്കൂൾ ഗുബ്ര ഇന്റർനാഷണലിൽ, grade 7, grade 4 ആൻഡ് grade 1.
സോ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ആർട്ട് ഫെസ്റ്റിവലിന്റെ ഇടയിലാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KG തൊട്ട് ഐ വാസ് സർപ്രൈസ് ടു സീ KG തൊട്ട് ഗ്രേഡ് 12 വരെയുള്ള കുട്ടികൾ, ടീച്ചേഴ്സ് എല്ലാവരും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പെയിന്റിങ് കാണുമ്പോഴും നമ്മൾ ഓരോ പിള്ളേരെ ഓർക്കുന്നു, ടീച്ചേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അതൊരു ഭയങ്കര രസമാണ് ഇവിടെ. ദ വൈബ് ഇസ് വെരി ഗുഡ്. പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ്. And I think the freedom to express, that's what we are promoting here. And I think it's amazing. I really love being here. എല്ലാ കലാസൃഷ്ടികളും പരിസ്ഥിതി സൗഹൃദമാക്കാനും സംഘാടകർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാവനയും സർഗാത്മകതയും പരിപോഷിപ്പിക്കുക വഴി അവരുടെ വ്യക്തിത്വ വികാസത്തിനും അക്കാദമിക വളർച്ചയ്ക്കും ആവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും പ്രദർശനങ്ങൾ സഹായകരമാകുമെന്ന് സ്കൂൾ അധികൃതർ അഭിപ്രായപ്പെട്ടു. തുടർന്നും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കലാസൃഷ്ടികളുമായി എത്തുമെന്നും സ്കൂൾ അധികൃതർ ഉറപ്പിച്ചു പറഞ്ഞു. Very good morning, and I have been so privileged to come over and have a look at the art waves from Indian School Gubra International. I have just been amazed at what you have put up. This is of course a miracle. This is something that I have never seen ever in my life anywhere, and such great effort where every single child can feel that they have participated in it. What a wonderful thing as an inclusivity for the students from the school, and the perception of the art teachers is fantastic. I think the details that he has seen into, where all the colors have been so glorious looking, and it just represents that Oman being such a beautiful and a cultural country where all of us are included and accepted. Again, art is an expression where it's the only field where I feel AI will not be able to take over. So I'm glad that children have been given the chance to express their talent and showcase this beautiful creativity. Thank you so much to the school. നാഷണൽ ഡേയും ലിബറേഷൻ ഡേയും വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കുവൈറ്റ്. കുവൈറ്റിൻ്റെ നാനാ ദിക്കുകളിലും കൊടിതോരണങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസി മലയാളികളും കൈമെയ് മറന്ന് നാഷണൽ ഡേയും ലിബറേഷൻ ഡേയും ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫെബ്രുവരി 25-26 തീയതികൾ കുവൈറ്റ് ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട ദിനങ്ങളാണ്. ഫെബ്രുവരി 25 നാഷണൽ ഡേയും 26 ലിബറേഷൻ ഡേയും രാജ്യം ആഘോഷിക്കുന്നു എന്നതാണ് ഈ ആഴ്ചയിൽ കുവൈറ്റിനെ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. കുവൈറ്റിന്റെ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യത്തിന്റെയും ഇറാഖ് അധിനിവേശത്തിൽ നിന്നുള്ള മോചനത്തിന്റെയും സ്മരണയ്ക്കായാണ് ഈ ദിനങ്ങൾ ആഘോഷപൂർവ്വം രാജ്യത്തെ സർക്കാരും ജനങ്ങളും കൊണ്ടാടുന്നത്. വാരാന്ത്യ അവധിയടക്കം 5 ദിവസങ്ങൾ അവധിയായിരിക്കും. സർക്കാർ സംവിധാനങ്ങളുടെ നേതൃത്വത്തിലും വിവിധ കൂട്ടായ്മകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടും. ഈ 2 ദിവസങ്ങളുടെയും ചരിത്രപരമായ സവിശേഷതകൾ വിസ്മയകരമാണ്. 1961 ജൂൺ 19 കുവൈറ്റ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടി. അതിനുശേഷം കുവൈറ്റിന്റെ ആദ്യ ഭരണാധികാരി ഷെയ്ഖ് അബ്ദുള്ള അൽ സലീം അൽ സഹബാഹിന്റെ സ്മരണയ്ക്കായി 1963 മുതൽ ഫെബ്രുവരി 25 ദേശീയ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചു. ഈ ദിനം കുവൈറ്റ് ജനതയുടെ ഐക്യത്തെയും ആധുനിക രാഷ്ട്രത്തിന്റെ വളർച്ചയെയും കാണിക്കുന്ന പ്രതീകമായി കൂടി ആഘോഷിക്കപ്പെടുന്നുണ്ട്. 1990 ഓഗസ്റ്റ് 2 ഇറാഖ് ഭരണാധികാരി സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിലുള്ള സൈന്യം കുവൈറ്റ് അധിനിവേശം നടത്തി. 1991 ഫെബ്രുവരി 26 UN സേനയുടെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം വിജയകരമായി പൂർത്തിയാവുകയും കുവൈറ്റ് ഇറാഖ് അധിനിവേശത്തിൽ നിന്ന് മോചിതമാവുകയും ചെയ്തു. ഇതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമായാണ് ഫെബ്രുവരി 26 ലിബറേഷൻ ഡേ ആയി ആഘോഷിക്കപ്പെടുന്നത്. കുവൈറ്റ് നാഷണൽ ഡേയും ലിബറേഷൻ ഡേയും വലിയ ആഘോഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുക.
കുവൈറ്റ് ടവേഴ്സ്, അബ്ദുള്ള അൽ സലീം സ്ക്വയർ, ഗൾഫ് റോഡ് തുടങ്ങി കുവൈറ്റിലെ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളും കൂടാതെ സ്വദേശികളുടെയും വിദേശി സമൂഹത്തിൻ്റെയും ഭവനങ്ങളും ദീപാലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമാകുന്ന കാഴ്ചയാണ് കാണാനാവുക. വീടുകളും പൊതുസ്ഥലങ്ങളും കുവൈറ്റ് പതാകയുടെ നിറങ്ങളിൽ അലങ്കരിച്ച് ജനങ്ങൾ ആഘോഷങ്ങൾക്ക് തയ്യാറാകും. അവധി ദിനങ്ങളായതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേർന്ന ദിനമായി കൂടി വലിയ രീതിയിൽ ഈ ദിവസങ്ങൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിനും വളരെ ആഹ്ലാദകരമായ നിമിഷങ്ങളാണ് ഈ ദിനങ്ങൾ സമ്മാനിക്കുക. നിരവധി പൊതുചടങ്ങുകൾ, സൗഹൃദ സംഗമങ്ങൾ, വിവിധ കലാപരിപാടികൾ, ഭക്ഷണ വിരുന്നുകൾ എന്നിവ ഈ ദിനങ്ങളെ ഊർജ്ജസ്വലമാക്കും. സാധാരണ കുവൈറ്റ് സർക്കാർ സംവിധാനങ്ങൾ സംഘടിപ്പിക്കുന്ന ലോകോത്തര ഫയർ വർക്ക്സ്, എയർ ഷോ എന്നിവയും ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായി മാറാറുണ്ട്. കുവൈറ്റ് ടവർ മുതലുള്ള ഗൾഫ് റോഡ് മേഖലയിലാണ് ഇത്തരം ആഘോഷ പരിപാടികൾ അരങ്ങേറുക. ഒരു രാജ്യത്തിൻ്റെ ദേശീയ ദിനം ആ രാജ്യത്തെ ജനങ്ങളോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനസമൂഹം ആഘോഷിക്കുന്ന അസുലഭ നിമിഷങ്ങളാണ് കുവൈറ്റിനെ ഈ വാരത്തിൽ കാത്തിരിക്കുന്നത്. സർക്കാർ തലത്തിലും പൗരന്മാർ തമ്മിലും വലിയ സൗഹൃദമുള്ള ഇന്ത്യ കുവൈറ്റ് ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായി നിൽക്കുന്ന ഇന്ത്യക്കാരുടെ സാന്നിധ്യം. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ 50 ലക്ഷത്തോളം വരുന്ന കുവൈറ്റ് ജനസമൂഹത്തിൽ 10 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഈ ആഘോഷ പരിപാടികളിൽ പങ്കാളികളാകും എന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാം. അറേബ്യ ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.